കണ്ണൂരിൽ സ്വകാര്യ ആശുപത്രി നഴ്സുമാർ വീണ്ടും സമരത്തിലേക്ക് കടക്കുന്നു. ചാല ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ നഴ്സുമാരാണ് പണിമുടക്കുന്നത്. സമരത്തിൽ ഉന്നയിച്ച ആവശ്യങ്ങൾ മാനേജ്മെന്റ് അംഗീകരിക്കുന്നില്ല. ജീവനക്കാരില്ലാതെ രോഗികളെ മാനേജ്മെന്റ് അഡ്മിറ്റ് ചെയ്യുന്നു എന്നാണ് നഴ്സുമാരുടെ പരാതി. പ്രതിഷേധവുമായി ജീവനക്കാർ ഡ്യൂട്ടി തന്നെ ബഹിഷ്കരിച്ചു. അർജുൻ കല്യാട് വിശദ വിവരങ്ങൾ നൽകുകയാണ്. അതിലേക്ക് കടക്കാം. ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ ചാലയിലുള്ള ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലാണ്. ഇവിടെ ഈ സമരം വീണ്ടും അതിശക്തമായ രീതിയിൽ ഈ നഴ്സുമാരും ജീവനക്കാരുമൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. 100-150 വരുന്ന നഴ്സുമാരും ജീവനക്കാരുമൊക്കെ ഇത്തരം ഒരു പ്രതിഷേധവുമായി ആശുപത്രിയുടെ എമർജൻസി ബ്ലോക്കിന് മുന്നിൽ നിൽക്കുന്നത്. ഇപ്പോൾ എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു പ്രതിഷേധത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം? ഞങ്ങൾ നോർമലി സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചതുപോലെ സ്ട്രൈക്കിന് വേണ്ടിയിട്ടുള്ള നോട്ടീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ നമ്മൾ മീറ്റിംഗ് വിളിച്ചു ബോർഡ് റൂമിൽ. സ്ട്രൈക്ക് ചെയ്തൊരു ആഹ്വാനം ചെയ്തൊരു സമരത്തിനെതിരെ ഇവരെടുത്ത ഒരു വിപരീതമായ തീരുമാനത്തിനെതിരെയാണ് ഇന്ന് ഇത്രയും കാണുന്ന ഈ BMHലെ UNA യൂണിറ്റിലെ എല്ലാ അംഗങ്ങളും ഇവിടെ സംഘടിച്ചേക്കുന്നത്. ഞങ്ങളുടെ അടിസ്ഥാനമായിട്ടുള്ള അവകാശമായിട്ടുള്ള 40,000 രൂപ എന്ന ഒരു അടിസ്ഥാന ശമ്പളം, അതായത് പ്രതിദിനം 1333 രൂപ വേതനമാക്കുക എന്നുള്ളൊരു ഒറ്റ ഉദ്ദേശമാണ്. മറ്റ് മാനേജ്മെൻറ്റുകൾ, ആശുപത്രി മാനേജ്മെൻറ്റുകളൊക്കെ ഇതിനോട് അനുകൂലമായ രീതിയിലുള്ള സമീപനങ്ങൾ എടുത്തു. BMH നിങ്ങളുടെ വിഷയങ്ങൾ, ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കാൻ പോലും തയ്യാറാവുന്നില്ല എന്നാണ് ഇപ്പോൾ ഏറ്റവും അവസാനം വന്ന പ്രതികരണം നിന്ന് മനസ്സിലാവുന്നത്. സമരത്തിൻ്റെ ഭാഗമായിട്ട് കിംസ് ഗ്രൂപ്പ് ചെയർമാനെ സർക്കാർ പ്രഖ്യാപിക്കുന്ന തീരുമാനത്തിൻ്റെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ അതുപോലെ തന്നെ ആസർ ഗ്രൂപ്പിൻ്റെ ചെയർമാനും അതേപോലത്തെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ ഭാഗമായിട്ട് നമുക്കിതുവരെ അങ്ങനെ ഒരു തീരുമാനം, ഒരു അറിയിപ്പ് ഇതുവരെ കിട്ടിയിട്ടില്ല. ഈ സമരത്തെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ സമരത്തെ പൊളിക്കുക എന്നുള്ള ഉദ്ദേശം മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ഉണ്ടായി തീർച്ചയായും. അതിലുള്ള പ്രതിഷേധം കൂടിയാണ് ഈ പ്രതിഷേധം കൂടിയാണ് ഈ ആൾക്കാർ ഇവിടെ കൂടിയിട്ടുള്ളത്. ന്യായമായ പണിക്ക് ന്യായമായ കൂലി എന്നത് പ്രഖ്യാപിക്കപ്പെട്ട ഒരു തൊഴിലാളി നീതി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ആ വേതനം അർഹതപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ ആശുപത്രി മാനേജ്മെൻറ്റ് ഇവരോട് ഈ സമരത്തിൻ്റെ ഭാഗമായി നോട്ടീസ് നൽകിയപ്പോൾ നൽകിയിട്ടുള്ള കുറേ ഉറപ്പുകളുണ്ട്. ആ ഉറപ്പുകളൊന്നും തന്നെ പാലിക്കപ്പെടാതെ ഈ സമരത്തെ പൊളിക്കാൻ വേണ്ടിയിട്ടുള്ള സമീപനങ്ങൾ കൂടി മാനേജ്മെൻറ്റ് ഭാഗത്തുനിന്നുണ്ടാവുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണം. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്രയും സ്റ്റാഫുകൾ, ദൃശ്യങ്ങൾ തന്നെ കാണാൻ വേണ്ടി കഴിയും, എത്രയോ പേർ ഇങ്ങനെ ഈ നഴ്സുമാരും ജീവനക്കാരുമായിട്ടുള്ളവരൊക്കെ ഇത്തരത്തിൽ പ്രതിഷേധവുമായി ഇവിടെ രംഗത്തിറങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വലിയ ഒരു ഈ ഹോസ്പിറ്റലിലെ ഏകദേശം ഭൂരിഭാഗം നഴ്സുമാരും ജീവനക്കാരും ഒക്കെ ഇവിടെ പ്രതിഷേധവുമായി ഇപ്പോഴും ഈ ഡ്യൂട്ടി ബഹിഷ്കരിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുകയാണ്. ഇനിയും അനുകൂലമായിട്ടുള്ള സമീപനം ഉണ്ടായിട്ടില്ല എങ്കിൽ ശക്തമായിട്ടുള്ള സമരങ്ങളുമായി മുന്നോട്ട് പോകുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ആശുപത്രി മാനേജ്മെന്റിന് ഈ തൊഴിലാളികളും ജീവനക്കാരും നഴ്സുമാരും ഒക്കെ നൽകുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുബോഷിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട് ഇൻ റിപ്പോർട്ടർ കണ്ണൂർ. ഇവിടെ നഴ്സുമാർ ഉന്നയിക്കുന്ന പരാതികളൊക്കെ അവരുടെ ജീവിത പ്രശ്നങ്ങളാണ്. ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള പരാതി, അത് സർക്കാരിന്റെ ഒരു തീരുമാനം അറിയാൻ വേണ്ടി ഒരുപാട് നഴ്സുമാർ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിലൊക്കെ അതിൽ കൂടി ഒരു സർക്കാർ തീരുമാനം അറിയിക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക്